പല ക്രിസ്തീയ കരിസ്മാറ്റിക് പരിപാടികളുടെ പ്രധാന ടാഗ്ലൈനാണ് രോഗശാന്തി. ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ കയറിയാൽ, പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ കയറിയാൽ രോഗം മാറാനുള്ള പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. രോഗങ്ങൾ മാറി രക്ഷപ്പെടുന്ന ആളുകളുമുണ്ട്. ഒരു രോഗി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. അവിടുത്തെ പാസ്റ്റർ കൈ ഉയർത്തി അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ എന്ന് ആ പാസ്റ്റർ കൽപ്പിക്കുന്നു. ആ സെക്കൻഡിൽ ആ രോഗി നിലത്ത് വീഴുന്നു. ചാടി എഴുന്നേറ്റ് പറയുന്നു, ഞാൻ സൗഖ്യമായി എന്ന്. യൂട്യൂബിൽ ഇങ്ങനെ സൗഖ്യമാകുന്നതിന്റെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്തെന്നാൽ പ്ലാസിബോ എഫക്റ്റ് എന്ന പ്രതിഭാസമാണ്. തീവ്രമായ വിശ്വാസവും വികാരങ്ങളും കൂടിച്ചേർന്ന് അഡ്രിനാലിൻ എന്ന ഹോർമോണിനെ തീവ്രമായി ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ സൗഖ്യമായ പോലെ നമുക്ക് തോന്നാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടാകാം. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് പോലും മാറാത്ത രോഗം എങ്ങനെയാണ് പ്രാർത്ഥിച്ചു മാറുന്നത്? അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. എല്ലാ രോഗികളും ആദ്യം ആശുപത്രിയിൽ പോകും, പിന്നീടാണ് പള്ളിയിൽ പോകുന്നത്. അതായത് ആദ്യം മരുന്ന് കഴിക്കുന്നു, പിന്നീട് പ്രാർത്ഥന നടത്തുന്നു. തലവേദന മാറാൻ കഴിക്കുന്ന മരുന്നിന് പോലും പ്രവർത്തിക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ വലിയ രോഗങ്ങൾക്കുള്ള മരുന്നിന്റെ വേഗത നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. രോഗം വന്നാൽ ആദ്യം തന്നെ ഡോക്ടറെ കാണാതെ എത്ര വിശ്വാസികൾ പ്രാർത്ഥന നടത്തും? ആശുപത്രിയിൽ പോകാതെ രോഗം മാറില്ല എന്ന് പള്ളിയിൽ അച്ഛനും പാസ്റ്റർക്കും ഉസ്താദിനും സ്വാമിക്കും അറിയാം. മോസ്റ്റ് ഓഫ് ദി മത നേതാക്കന്മാരും അവസാനം പ്രായമായി മരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ്. എന്തിനേറെ പറയണം, ഓൾ ഓഫ് ദി ഹോസ്പിറ്റൽസ് ആർ ഓൺഡ് ബൈ ബിലീവേഴ്സ്.